ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1853. ഇന്ന് ജനുവരി മാസം 26-ാം തീയതി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. സമാധാനത്തിൽ എന്നെ വിട്ടേക്കണമേ എന്ന ശമോവന്റെ ഒരു ജ്ഞാനവൃദ്ധന്റെ പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. പരിശീലിപ്പിക്കാനായിട്ട് പാടുപെടുന്നുണ്ട്. സമാധാനത്തിൽ എന്നെ വിട്ടേക്കണമേ. മരണത്തെക്കുറിച്ച് തന്നെയാണ്, അതും അവനവന്റെ കടന്നുപോകലിനെ കുറിച്ച്. മരണശേഷം ആരും വിശുദ്ധരാവുന്നില്ല കേട്ടോ. പിന്നെ നേരോടെ ജീവിച്ചതിന് മരണശേഷം ലഭിക്കുന്ന സാക്ഷ്യപത്രമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ വിചാരം ചിലവരൊക്കെ മരണശേഷം വിശുദ്ധരാകുന്നു എന്നതാണ്. അവരെ നമ്മൾ അങ്ങനെ തിരിച്ചറിയുന്നത് അവരുടെ ജീവിച്ചിരുന്ന കാലത്ത് തന്നെയാണ്. ജീവിച്ചതിന് ലഭിക്കുന്ന, എങ്ങനെ ജീവിച്ചു എന്നതിന് ലഭിക്കുന്ന സാക്ഷ്യപത്രത്തിന്റെ പേരാണ് വിശുദ്ധി. എങ്ങനെ മരിച്ചു എന്ന ചോദ്യത്തിനാണ് നമുക്ക് ഏറെ പ്രാധാന്യം. എങ്ങനെ മനുഷ്യൻ? എന്നാൽ ഓർത്തോ, ഒന്ന് തിരുത്തിക്കൂ. എങ്ങനെ മരിച്ചു എന്ന ചോദ്യത്തെക്കാൾ പ്രസക്തമാണ്, പ്രയോജനകരമാണ് എങ്ങനെയാൾ ജീവിച്ചു എന്ന് ചോദിക്കുന്നതും അന്വേഷിക്കുന്നതും. അത് അവരന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല, അവനവന്റെ ജീവിതത്തിലേക്ക് കൂടി ഇതൊന്ന് കൂട്ടിച്ചേർക്കണം. എങ്ങനെ ജീവിച്ചു എന്നതിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട്. മരണ കാരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഒരുപക്ഷെ മണിക്കൂറുകൾ മാത്രമേ ആയുസുണ്ടാവൂ. അത് കഴിയുമ്പോൾ ആ ചർച്ച അവസാനിക്കും. എന്നാൽ അയാളുടെ ജീവിത രീതിയെക്കുറിച്ചുള്ള വിശകലനങ്ങളാവട്ടെ തലമുറകൾക്ക് ശേഷവും തുടരുന്നുണ്ട്. ശരിയല്ലേ? അങ്ങനെയാണ് ചില മനുഷ്യർ വിശുദ്ധരായി ഇപ്പോഴും നമുക്കിപ്പോൾ. മരണം എങ്ങനെ എന്നത് ഒരു മുന്നറിവില്ലാത്ത യാഥാർത്ഥ്യമാണ്. ശരിയല്ലേ? അതിനകത്തൊരു അനിശ്ചിതത്വമുണ്ട്. ഒരു മുന്നറിയിപ്പും ഇല്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് മരണം. എന്നാൽ അവനവന്റെ ജീവിതം എന്ന് പറയുന്നതോ സ്വന്തമായി തിരക്കഥ എഴുതി തയ്യാറാക്കാവുന്ന കാര്യവും. പരിമിതികളുണ്ട് കേട്ടോ. പരിമിതികളും ചുറ്റുപാടുകളും ഒക്കെ ഇതിനെ ബാധിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുമെങ്കിലും അവനവന്റെ ഇച്ഛാശക്തി കൊണ്ട് തീർച്ചയായും തിരക്കഥ എഴുതി കൃത്യമായി മുമ്പോട്ട് പോകാവുന്ന ഒന്നുമാണ്. അതുമാത്രമല്ല, എന്റെ ജീവിതമാണോ ഒടുവില് എന്റെ മരണമാണോ മറ്റു മനുഷ്യരെ സന്തോഷിപ്പിക്കുക? അങ്ങനെ ഒരു ചോദ്യം കൂടി സ്വയം ചോദിക്കാൻ എപ്പോൾ ഞാൻ ധൈര്യപ്പെടുന്നു, അതിന് അന്നു മുതൽ ചില മാറ്റങ്ങളുണ്ടാവും. എന്റെ ജീവിതമാണോ പിന്നീടുണ്ടാകാൻ പോകുന്ന എന്റെ മരണമാണോ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പോകുന്നത്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പോകുന്നത്? പ്രാർത്ഥനയോടുകൂടി ആമേൻ.